നമുക്ക് ആർക്കാണ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ വേണ്ടാത്തത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള സൂപ്പർ ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ജസ്റ്റ് സിമ്പിൾ ഫേസ് പാക്കാണ്, പക്ഷേ സൂപ്പർ റിസൾട്ട് കിട്ടും. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എൻ്റെ ഫേസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയും ഇനി ഞാനിത് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയും. അത്രയും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തരുന്നത്. മുഖത്തുണ്ടായിരുന്ന മുഖക്കുരു വന്ന പാടുകൾ, അല്ലാതെ കുറേ പാടുകൾ, ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി, ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സൺ ടാൻ ഒക്കെ മാറ്റി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ നമുക്ക് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. അതായത് നമ്മുടെ നാച്ചുറൽ സ്കിൻ ഏറ്റവും ബെസ്റ്റാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ചെയ്യണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കണം. ഞാൻ കുറേ ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മുഴുവനും കണ്ടാലേ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഇത്രയും അടിപൊളി റിസൾട്ട് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാകുള്ളൂ. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പർ അമേസിങ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അരിപ്പൊടിയാണ് ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ്. സോ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എടുക്കണം. സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന നല്ല സ്കിന്ന് ഡാമേജ് ആയി പോയിട്ടുണ്ട്, ഡെഡ് സെൽസ് ഒക്കെ കൂടിയിട്ടുണ്ട്, ഒന്നും നമ്മൾ കെയർ കൊടുക്കാത്തത് കൊണ്ടെന്നാണെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം അറിയാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊന്ന് ലൈറ്റ് ശരിയാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 രൂപയുടെ ചെറിയ സാഷേഴ്സ് കിട്ടത്തില്ലേ, അതാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് കട്ട കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറേ നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യാം. ഈവൻ നമ്മളിത് ഒരു പാക്കറ്റ് ഫുൾ ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പകുതി എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായി മടക്കി അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്, റബ്ബർ ബാൻഡ് ഇട്ട്. അതിനുശേഷം അടുത്ത ആവശ്യം വരുമ്പോൾ അത് തന്നെ എടുക്കും. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിവിടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 2ാമത്തെ തവണയാണ് ഈ ഒരു പാക്കിൽ എടുക്കുന്നത്. സോ ഇനി ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് ഫുൾ എടുത്തിട്ടുണ്ട്. കാര്യം 2 തവണ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാനൊക്കെ ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ എല്ലാം എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഈ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2ാമത്തെ ഇൻഗ്രീഡിയൻ്റായ കോഫി പൗഡർ ചേർത്ത് കൊടുത്തു. 3ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഹണിയാണ്, തേൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ടാണ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡാക്കാനും, അതുപോലെ ചെറിയ പാടുകളുണ്ടല്ലോ കറുത്ത ബ്രൗൺ കളറിൽ, ഒരുപാട് ഡാർക്കായിട്ടല്ല, ഒരു തവിട്ട് നിറം പോലത്തെ ഡാർക്ക്നെസ് ഉണ്ടാവാറില്ലേ മുഖത്ത്, അത് മാറ്റാനായിട്ട് തേൻ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനത്തെ പാടുകൾ ഉണ്ടാവാം. മുഖക്കുരു വന്നു പോയതിൻ്റെയും വെയിലേറ്റിട്ടുള്ള ആ ഒരു കാരണമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് കൈ വയ്ക്കുന്നവരാണെങ്കിൽ ചൊറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കറുത്ത പാടുകൾ, ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വരാം. അതൊക്കെ മാറ്റാനായിട്ടാണ് നമ്മൾ തേനും കോഫി പൗഡറും അതുപോലെ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സ് ആക്കാനായിട്ട് നമ്മൾ പാലാണ് യൂസ് ചെയ്യേണ്ടത്. പാല് അല്ലെങ്കിൽ തൈര് നമുക്ക് യൂസ് ചെയ്യാം. പാല് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും സ്കിന്നിനെ. ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും നമ്മുടെ സ്കിന്നിന് വേണം. അതുകൊണ്ടാണ് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതോടൊപ്പം പാലിന് സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യാനും നറിഷ് ചെയ്യാനും ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ തരാനുമുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പാൽ യൂസ് ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് തരും. ഇനി അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാല് അല്ലെങ്കിൽ തൈര് നിങ്ങൾക്ക് സെറ്റ് ആവത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾക്കിതിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം. സാധാരണ വെള്ളത്തിനേക്കാളും റോസ് വാട്ടറാണ് കുറച്ചും കൂടെ നല്ലത്. കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, എന്താണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ചെവിയുടെ അവിടെ ഒക്കെ ഒന്ന് കഴുത്തിന് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചിരുന്ന് പതിയെ നമ്മുടെ ഫേസ് പാക്കിനൊക്കെ
നമ്മുടെ സ്കിന്നിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊണ്ടുവരാം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാധാരണ നിങ്ങൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വരെ വെച്ചിരിക്കാം. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഈവനായിട്ടൊരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗത്ത് കട്ടിക്ക് പിന്നെ കുറേ ഭാഗത്ത് കട്ടി ഇല്ലാണ്ട് അങ്ങനെയല്ല, ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ, ഡെഡ് സെൽസ്, വെയിലേറ്റ കരിവാളിപ്പ്, അതായത് നമ്മുടെ സ്വന്തം സൺ ടാൻ. എല്ലാവർക്കും ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലമാണ് സൺ ടാൻ. നമ്മളൊന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ സൺ ടാൻ അടിക്കും. അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റും കൂടെ ആണല്ലോ. സോ നിങ്ങൾക്കിത് രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവറി ഡേ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ഇതൊരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്ത് കൊടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഇത് വാഷ് ചെയ്യാൻ സമയത്ത് നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം. എന്നാൽ സൺ ടാനൊക്കെ മാറ്റാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമുക്ക് സ്കിന്നിന് എപ്പോഴും തണുപ്പ് കൊടുക്കുന്നത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ സ്കിന്നൊന്ന് നറിഷ് ആകാനും ഒന്ന് തണുക്കാനും ഒക്കെ നല്ലതാണ്. പകൽ മൊത്തം ഇത്രയും ചൂടെടുത്തിരിക്കുന്ന നമ്മുടെ സ്കിന്നല്ലേ, അപ്പോൾ ഈ ഒരു പാക്കൊക്കെ ഇട്ട് പാമ്പർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് ഒരു എക്സ്ട്രാ ഒരു പാമ്പറിങ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ സ്കിൻ പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആകുന്നതായിട്ടും ഫ്രഷ് ആകുന്നതായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കിൻ സെൽസിനെ റെജുവിനേറ്റ് ചെയ്യാനും നല്ലതാണ് ഈ ഒരു പാക്ക്. കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് ആർക്കെങ്കിലും സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഫി പൗഡർ സ്കിപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, തേനായിക്കോട്ടെ അരിപ്പൊടി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യാം. അരിപ്പൊടിയാണ് നിങ്ങൾക്ക് വിഷയം എന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് മൊത്തത്തിൽ അങ്ങ് എടുത്ത് മാറ്റുന്നതിനേക്കാളും നല്ലത് നമുക്ക് സെറ്റാകുന്ന വേറൊരു പ്രോഡക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പം തേന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം, തക്കാളിയുടെ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ് തേനിന് പകരമായിട്ട്. ഇനി കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ്ലി അങ്ങ് സ്കിപ്പ് ചെയ്യുക. അതിനത്രയും എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒന്നും ഇതുവരെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പിഞ്ച് മാത്രം മഞ്ഞൾ ഈ ഒരു പാക്കിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. എന്നിട്ട് നമുക്കത് വെച്ച് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. റെലവൻ്റ് ആയിട്ടുള്ള കമൻറ്റ്സ് ആണെങ്കിൽ, ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വീണ്ടും ചോദിച്ചാൽ അതിന് ഞാൻ റിപ്ലൈ തരണ്ടല്ലോ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ വീഡിയോ മുഴുവനായിട്ടും കാണാം. പലരും വിചാരിക്കും ഇപ്പം ഞാൻ എന്തോ ലൈറ്റിങ്ങിൽ വലിയ എന്തോ സംഭവം മാറ്റിയിട്ടുണ്ടെന്ന്. അല്ല, ഇതെൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ ആണ്. കാര്യം ഞാൻ ഇതിന് മുന്നേ എങ്ങനെയാണോ ഇരുന്നത് ആ ഒരു സെയിം സ്ഥലത്താണ്, സെയിം ലൈറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. എന്നിട്ടും എൻ്റെ സ്കിന്നിലുണ്ടായ മാറ്റം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇൻട്രോയിലുണ്ടായിരുന്ന ഞാനാണോ ഇപ്പോൾ ഇരിക്കുന്നത്. സ്കിൻ നന്നായിട്ട് റെജുവിനേറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ തണുത്ത വെള്ളത്തിലാണ് കഴുകിയത്. കോഫിക്ക് നമ്മളെ സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നിങ്ങൾക്ക് കോഫി ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ കുറച്ച് എങ്കിലും ഒന്ന് പുതിയ തുടക്കക്കാരാണെങ്കിൽ ചെറുതായിട്ട് ഒരു നുള്ളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. പാക്ക് അപ്ലൈ ചെയ്ത് തുടച്ചതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നിർബന്ധമാണ്. അത് നമ്മൾ ഇട്ട് കൊടുത്താലേ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാനും ഒക്കെ ഉള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ അത്രയേ ഉള്ളൂ. എനിക്ക് ഡ്രൈ സ്കിന്നിന് ബെറ്ററായിട്ട് തോന്നിയൊരു മോയ്സ്ചറൈസറാണ് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ബാരിയർ റിപ്പയർ. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലൂ കളർ ഒരു പാക്കേജിൽ വരുന്ന ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ വരുന്ന വീഡിയോസിൽ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് കണ്ട് കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇനിയും അതുപോലെ നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് പുതിയ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക്. അത്ര തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ എല്ലാവരും മുടങ്ങാതെ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.